മുൻ ലഫ്റ്റനന്റ് ജനറൽ ശരത്ചന്ദ് നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ശരത്ചന്ദ്, ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ ഒരു ലഘുവായിട്ടുള്ള അറിയിപ്പ് പ്രകാരമാണെങ്കിൽ ഇന്ത്യ ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നു, അതായത് ഈ നയതന്ത്ര തലത്തിൽ എന്നുള്ളതാണ്. അവിടെ സിന്ധു നദീജല കരാർ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള കരാറാണ്. അത് എത്രയോ നമ്മളുടെ സങ്കീർണമായ അവസ്ഥകളിൽ പോലും നമ്മളത് സ്റ്റക്ക് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മളതിനകത്തൊരു ഒരു സ്തംഭനം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ അത് ആ ഒരു കരാർ മരവിപ്പിക്കുന്നു എന്ന തീരുമാനം വരുന്നുണ്ട്. പിന്നെ അട്ടാരിയിൽ അതിർത്തി അടയ്ക്കും എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വരുന്നു. അത് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു കോൺടെസ്റ്റിൽ എത്രത്തോളം പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ താക്കീതായി അറിയിക്കാൻ കഴിയുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം? അതെ, അട്ടാരി ബോർഡർ നേരത്തെ തന്നെ ആക്ടിവിറ്റീസ് വളരെ കുറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്ലോമാറ്റ്സിനെ തിരിച്ചു വിളിക്കുകയും പാകിസ്ഥാൻ ഡിപ്ലോമാറ്റ്സിനെ എക്സ്പെൽ ചെയ്യുന്ന കാര്യങ്ങളും അത് നമ്മുടെ അംബാസഡർ ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെ നേരത്തെ തന്നെ തിരിച്ചു വിളിച്ചതാണ്. പക്ഷേ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി അബ്രോഗേറ്റ് ചെയ്യുന്ന പറഞ്ഞൊരു വളരെ മേജർ സ്റ്റെപ്പാണ്. കാരണം പാകിസ്ഥാൻ സർവൈവ് ചെയ്യുന്നത് സിന്ധു നദിയിലാണ്. തീർത്തും സിന്ധു നദിക്ക് നമ്മൾ ഇവിടെ സ്കൂളിൽ പഠിച്ച പോലെ സിന്ധു നദിക്ക് പുറമെ അതിൽ ജോയിൻ ചെയ്യുന്ന 5 ട്രിബ്യൂട്ടറീസ് ആണ് ഉള്ളത്. ജേലം, ചേനാബ്, രവി, ബിയാസ് ആൻഡ് സത്ലജ്. അപ്പൊ ഇതിനകത്ത് വടക്ക് ഭാഗത്തുള്ള 3 നദികൾ സിന്ധു, സത്ലജ് ആൻഡ് ചേനാബ്, ഇതിന്റെ വെള്ളം പാകിസ്ഥാന്റെ കൊടുക്കണമെന്നാണ് ഇതിന്റെ കരാറ്. മറ്റ് ബിയാസ്, സത്ലജ്, രവി ഈ 3ലെയും വെള്ളം ഇന്ത്യക്ക് എടുക്കാമെന്നും പൂർണ്ണമായും, മറ്റത് നമ്മുടെ ലോക്കൽ ഉപയോഗത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ അതിന് മേലെ അണക്കെട്ട് ഉണ്ടാക്കിയാൽ തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് വെള്ളം പാകിസ്ഥാനിലോട്ട് തന്നെ പോകണമെന്നാണ് കരാറിന്റെ ചുരുക്കം. ഈ ഒരു കരാറ് ഇല്ലാതാക്കിയാൽ പാകിസ്ഥാൻ മുഴുവനും വെള്ളമില്ലാതെ നശിക്കും. അത് ചെറിയ സ്റ്റെപ്പ് അല്ല. ഇങ്ങനെ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അവര് കാശ്മീർ അവരുടെ ഭാഗത്തെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതിന്റെ ബേസിക് ഇഷ്യൂ ഇവിടെ കാശ്മീരിയോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇതിന്റെ ഒരു ആവശ്യം അവർക്ക് ഈ അഷ്വേർഡ് വെള്ളം കിട്ടണമെന്ന്, ഈ ട്രീറ്റി നിലനിർത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടെയാണ്. പണ്ട് ജനറൽ പർവേസ് മുഷറഫ് അദ്ദേഹം പാകിസ്ഥാനിൽ എന്തൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതിലൊരു തീസിസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇൻഡസ് വാട്ടർ ട്രീറ്റി അല്ലെ ഇൻഡസിൽ എത്ര തന്നെ പാകിസ്ഥാൻ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് ഇന്ത്യ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഗതി എന്തായിരിക്കും എന്നുള്ളൊരു ഇതിലൊരു തീസിസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഒരു മേജർ സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റെപ്പ് നടപ്പാക്കാനും ബുദ്ധിമുട്ടാണ്. നടപ്പാക്കാൻ അത്ര എളുപ്പമല്ല. കാരണം സത്ലജിന്റെ വെള്ളം മൊത്തം അല്ലെ ഇൻഡസ് റിവർ ചൈനയിൽ തുടങ്ങിയിട്ട് ലേ വഴി ബട്ടാലിക് വഴി അങ്ങ് പാകിസ്ഥാനിലോട്ട് പോവാണ്. പക്ഷേ അത് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഉടനടി നടക്കത്തില്ല. പക്ഷേ അതിലോട്ടുള്ള ഒരു പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ തീർച്ചയായിട്ടും മുട്ടുകുത്തിക്കാൻ കഴിയും. ഇതൊരു നല്ല തീരുമാനം തന്നെയാണ്. അതിൽ ഞാൻ ശരിക്കും ഗവൺമെന്റിനെ അനുമോദിക്കുന്നു.